ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ വീഡിയോ. അപ്പൊ നല്ല അടിപൊളിയായിട്ടുള്ള ഒരു വെറൈറ്റി ആയിട്ടുള്ള ഒരു ഫാബ്രിക് ആണ്. എപ്പോഴും നമ്മൾ ഇങ്ങനെ ക്രഷ്ഡ് ഓർഗൻസയും ജോർജറ്റും കോട്ടൺ ഒക്കെ അല്ലേ. അപ്പൊ ഇത് ഈ പ്രാവശ്യം നമ്മൾ മൽച്ചന്തേരി ഫാബ്രിക് ആണ്. എല്ലാവർക്കും അറിയാം മൽച്ചന്തേരി ഫാബ്രിക് ഭയങ്കര സോഫ്റ്റ് ആണ്. ഒരു സിൽക്കിന്റെ തന്നെ ഒരു കാറ്റഗറി പെട്ടതാണ്. അത്രയും ലൈറ്റ് വെയിറ്റ് ആണ്, അത് ഡയബിൾ ആണ്. അപ്പൊ അതുകൊണ്ട് തന്നെ എന്താ പറയാ, ഇതിനകത്തോട്ട് ഈ എംബ്രോയിഡറിയും ത്രെഡ് ഒക്കെ വന്നിട്ട് അടിപൊളിയാണ്. ശരിക്കും പറഞ്ഞാൽ നമ്മള് ഒരു മെറ്റീരിയലിലോട്ട് ഈ വർക്ക് ചെയ്തെടുക്കുന്ന പോലെ തന്നെയാണ് അതിനകത്തോട്ട് ആ ഫ്ലവേഴ്സും കാര്യങ്ങളൊക്കെ കൊടുത്തേക്കുന്നത്. ഇതിന്റെ ഒത്തിരി കളേഴ്സ് നമ്മുടെ അടുത്ത് സ്റ്റോക്ക് ഉണ്ട് കേട്ടോ. അപ്പം ഇതിൽ ഫസ്റ്റ് തന്നെ ഞാൻ നല്ല അടിപൊളി കളർ തന്നെ ചെയ്യാൻ എടുത്തേക്കുന്നത്. ഇതുപോലെ നല്ല ഓറഞ്ച് കളർ, നല്ല ഒരു ഒത്തിരി ബ്രൈറ്റ് ആയിട്ട് നിൽക്കണ ഓറഞ്ച് അല്ല, ഫാബ്രിക് തന്നെ നല്ല അടിപൊളി ആയതുകൊണ്ട് നമുക്ക് എന്താ പറയുക സൂപ്പറാണ് മൽച്ചന്തേരി ഫാബ്രിക്. അപ്പൊ ഇതിനകത്തോട്ട് ശരിക്കും പറഞ്ഞാൽ നമ്മളൊരു ബോട്ട് നെക്ക് വെച്ചിട്ട് ഇതുപോലെ ലേസ് പാറ്റേൺ കൊടുത്ത് നെക്കിലോട്ട് ഒരു പിൻടെക്ക് കൊടുത്തിട്ടുണ്ട്. ഈ ഒരു മിഡിൽ പോർഷനിൽ ഒരു പിൻടെക്ക് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് സ്ലീവ് നോർമലി വ്യത്യാസമായിട്ട് നമ്മൾ ഇതുപോലെ ഒരു ചെറിയൊരു പഫ് സ്ലീവ് കൊടുത്ത് ഒരു ചെറിയ ബോർഡറും അതിനകത്തോട്ട് ഒരു ലേസ് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ അതിന്റെ എൻഡ് പോർഷനിലേക്ക് ആ ഒരു ലേസ് പാറ്റേൺ, ഈ ഒരു ഫാബ്രിക്കിന് ഇങ്ങനത്തെ ഒരു പാറ്റേൺ ആയിരിക്കും ഒരു സ്റ്റൈലായിട്ട് നമുക്ക് വെയർ ചെയ്യുന്നത്. അപ്പൊ ഇതിന്റെ ബോട്ടം കണ്ടോ, ഇത് തന്നെ കോട്ടൺ മൽച്ചന്തേരി തന്നെ പ്ലെയിൻ ആണ് ബോട്ടം വന്നേക്കുന്നത്. ഇത് ഒരു പീസ് റെഡി ആയിട്ടുള്ളൂ, അതുകൊണ്ടാണ്. അപ്പൊ ഞാൻ തിരക്ക് പിടിച്ച് വീഡിയോ ഇടാനായിട്ട് വന്നതുകൊണ്ടാണ് കേട്ടോ. അപ്പം ഇതിനകത്തോട്ട് നമ്മൾ ഈ എൻഡ് പോർഷൻ ബോർഡർ പോർഷനിലോട്ടും ഈ ഒരു മൽച്ചന്തേരിയുടെ ബോർഡർ കൊടുത്തിട്ട് അതിനകത്തോട്ട് ലേസ് പാറ്റേൺ കൊടുത്തിട്ടുണ്ട്. ബോട്ടം ഇതുപോലെ. ബോട്ടം നമ്മൾ ഈ മൽച്ചന്തേരി ആയതുകൊണ്ട് തന്നെ വിത്ത് ലൈനിങ് ആണ് കൊടുത്തേക്കുന്നത്. വിത്ത് കോട്ടണോ ക്രേപ്പോ നിങ്ങൾക്ക് അത് എങ്ങനെ വേണമെങ്കിലും കൊടുക്കാം. അപ്പോൾ ഇനി ഈ ബോട്ടം നിങ്ങൾക്ക് പലാസോ ആയിട്ടോ അല്ലെങ്കിൽ ഇതുപോലെ ലൂസ് ആയിട്ടുള്ള ബോർഡർ ഇല്ലാണ്ടോ എങ്ങനെ വേണമെങ്കിലും കൊടുക്കാം, ഒരു പ്രോബ്ലം ഇല്ല. പിന്നെ സ്ലീവ് കസ്റ്റമൈസേഷൻ പോസിബിൾ ആണ്. ഇതുപോലെ ബോർഡർ വേണ്ട, ഇതൊക്കെ ഒരു വെറൈറ്റി ആയിട്ട് ചെയ്യേണ്ടത്. നമ്മൾ എപ്പോഴും ഈ ഒരു നോർമൽ ഒരു സ്ലീവ് 3/4 സ്ലീവ് അല്ലേ ഇടാറ്. അപ്പം ഇതുപോലെ ഒരു പഫ് സ്ലീവ് കൊടുത്തിട്ട് നല്ല ഭംഗിയായിട്ട് തോന്നി. അതുപോലെ യോക്ക് പാറ്റേണിൽ ഇതുപോലെ. ഇപ്പം ഞാൻ വിചാരിച്ചു സെയിം ടോൺ തന്നെ നമുക്ക് ക്രോഷോ ലേസ് ഈ ഒരു ടോൺ തന്നെ കൊടുക്കാന്ന്. അപ്പൊ അത് അത്ര എടുത്ത് കാണിക്കില്ലെങ്കിലും ഒരു സ്റ്റാൻഡേർഡ് ആണ്. പക്ഷെ ഞാൻ വിചാരിച്ചു അത് നമുക്ക് ആക്ച്വലി മാച്ചിങ് കിട്ടിയില്ലായിരുന്നു, അതാണ്. അപ്പൊ കോട്ടൺ ലൈനിങ് ആണ് കൊടുത്തേക്കുന്നത്, വിത്ത് ലൈനിങ് ആണ് ടോപ്പും ബോട്ടവും ചെയ്തേക്കുന്നത്. അപ്പൊ നല്ല അടിപൊളി പാറ്റേൺ ആണ്. ലെങ്ത് 47 ആണ് വരുന്നത്. ബോട്ടം നിങ്ങൾക്ക് ഞാൻ പറഞ്ഞില്ല എങ്ങനെ വേണമെങ്കിലും കസ്റ്റമൈസേഷൻ പോസിബിൾ ആണ്. അപ്പം ഇതാണ് ഇതിന്റെ വർക്ക് ഓരോന്ന് വരുന്നത് കണ്ടോ. ഫുള്ളി ത്രെഡ് കൊണ്ടുള്ള ഒരു ഇതാണ് കേട്ടോ. അത് പ്രിന്റ് അല്ല, ത്രെഡ് ഹാൻഡ് എംബ്രോയിഡറി പോലെ അതുപോലെ തന്നെ വന്നേക്കുന്ന ഫുൾ ത്രെഡ് വർക്ക് ആണ് വന്നേക്കുന്നത്. അപ്പം ഇത് തന്നെ ഇനി വേറൊരു കളർ ഉണ്ടെന്ന് ഞാൻ പറഞ്ഞില്ല. അപ്പൊ ഇത് ഞാൻ ജസ്റ്റ് സാമ്പിളിന് ചെയ്ത് നോക്കിയതാട്ടോ. അപ്പൊ നിങ്ങൾക്ക് ഈ ഒരു പാറ്റേൺ തന്നെ, അതായത് ഈ ഒരു കളറ് ഇതുപോലെ യോക്ക് പോർഷനിലോട്ട് ഇതുപോലെ സ്ലീവും ഈ ഒരു ഹാഫ് ഈ ഒരു മെറ്റീരിയൽ കൊടുത്തിട്ട് വേണേ കൊടുക്കാം. താഴോട്ട് ഇതുപോലെ പ്ലെയിൻ ഈ ഒരു ഫാബ്രിക്, അതായത് ഓറഞ്ചിന്റെ ഇതിന്റെ കാര്യമാണ് ഞാൻ പറയുന്നത്. അതുപോലെ ഇത് വേണമെങ്കിൽ ഇങ്ങോട്ടും ചെയ്യാം. ഇതൊരു കളറാണ്, ഞാൻ കാണിച്ചു തരാം. ഇതിന്റെ വർക്ക് കണ്ടോ, ശരിക്കും നമ്മൾ ചെയ്തെടുക്കുന്ന ഹാൻഡ് എംബ്രോയിഡറി തന്നെ പോലെയുണ്ട് കണ്ടോ. ഇതിന്റെയും സ്ലീവ് ഇതേപോലെ കൊടുത്തേക്കുന്ന, ഇത് എ ലൈൻ പാറ്റേണിലോട്ടാണ് ചെയ്തേക്കുന്നത്. ഇത് ശരിക്കും ഒരു ഓണിയൻ ഷെയ്ഡാട്ടോ. നല്ല ഈ മൽച്ചന്തേരിയുടെ എപ്പോഴും ലൈറ്റ് കളേഴ്സിലാണ് വരുന്നത്. അപ്പം ഇത് നല്ല അടിപൊളി കളറാണ്. പേസ്റ്റൽ ഷെയ്ഡ്സ് ഇഷ്ടപ്പെടുന്നവർക്ക് അടിപൊളിയാണ്. അപ്പം ഈ കളർ വേണമെങ്കിൽ ഇങ്ങനെയും ചെയ്യാം, ഇത് വേണമെങ്കിൽ ഇങ്ങനെയും ചെയ്യാം. അപ്പൊ പറഞ്ഞാൽ മതി. അപ്പൊ ഇതിന്റെ വർക്കിന്റെ ക്ലോസ് ആയിട്ട് ഞാൻ കാണിച്ചു തരാം. ഇതാണ് ഇതിന്റെ പ്രിന്റ് വരുന്നത്. പ്രിന്റ് അല്ല, സോറി, എംബ്രോയിഡറി കണ്ടോ. ശരിക്കും അടിപൊളിയായിട്ടുള്ള എംബ്രോയിഡറി. ഇത് കണ്ടോ, വർക്ക് പ്യുവർ ഫാബ്രിക് ആണ് കേട്ടോ. അതുപോലെ തന്നെ നമ്മൾ ഫസ്റ്റ് ഒന്ന് ഡ്രൈ വാഷ് ചെയ്യണം. പിന്നെ സ്ലീവ് ഞാനിപ്പോ ഒത്തിരി ടൈറ്റ് ആയിട്ട് കൊടുക്കാത്ത, നിങ്ങൾക്ക് എല്ലാവർക്കും യൂസ് ചെയ്യുന്നവർക്ക് അറിയാം, മൽച്ചന്തേരി കെയർ ചെയ്യണം. കാരണം ഒത്തിരി ഇങ്ങനെ സിൽക്ക് ആയതുകൊണ്ട് തന്നെ പിന്നി പോവാതെ ഒത്തിരി ടൈറ്റ് ഫിറ്റ് ആവാതെ, അതുകൊണ്ടാണ് ഞാൻ ഈ പഫ് സ്ലീവ് കൊടുത്ത്. വേണമെങ്കിൽ ലൈനിങ് സ്ലീവിന് നോർമൽ സ്ലീവ് ആണെങ്കിൽ ലൈനിങ് കൊടുക്കണം. ഓക്കെ, അപ്പം മൽച്ചന്തേരി യൂസ് ചെയ്യാത്തവര് എന്തായാലും ട്രൈ ചെയ്ത്. അടിപൊളി ഫാബ്രിക് ആണ്. ഇത് നമുക്ക് കുറെ കളേഴ്സ് ഇപ്പോഴാണ് ഇത് ഇറങ്ങിയിട്ട് കിട്ടിയേക്കുന്നത്. ഓക്കെ, അപ്പൊ ഞാൻ ഈ ഒരു പാറ്റേണും കൂടെ വേറെ ചെയ്ത് കാണിച്ചു തരാം. ഓക്കെ, ഈ ഒരു കളറും ഈ ഒരു പാറ്റേണും ഇതേപോലെ നല്ല ഭയങ്കര കംഫർട്ടബിൾ ആയിട്ടോ ഈ മെറ്റീരിയൽ വെയർ ചെയ്യാനായിട്ട്. ശരിക്കും ഒരു സിൽക്ക് ആയതുകൊണ്ട് തന്നെ ലൈറ്റ് വെയിറ്റ് ആയതുകൊണ്ട് തന്നെ ഭയങ്കര സ്മൂത്ത് ആണ് ഈ ഫാബ്രിക് വരുന്നത്. യൂസ് ചെയ്യാത്തവർ എന്തായാലും ട്രൈ ചെയ്യണം. അപ്പൊ ഇതുപോലെ ഇതിന്റെ നെക്കിലോട്ട് നമ്മൾ നെക്കും യോക്ക് പോർഷനും സ്ലീവും നമ്മൾ ഈ ഒരു ഡിസൈൻ ഫാബ്രിക് കൊടുത്തിട്ടുണ്ട്. ഇതുപോലെ ഒരു ഈ പഫ് നമ്മൾ എല്ലാവർക്കും മാച്ച് ആവില്ല എന്ന് തോന്നരുത്, എല്ലാവരും ട്രൈ ചെയ്യുക. ഓക്കെ, ഇതിന്റെ ഈ ഒരു ഡിസൈൻ ഇതേപോലെയാണ് വരുന്നത്. ഇതുപോലെ കണ്ടോ, ഈ ഒരു നെക്ക് പാറ്റേണും ഇതേപോലെ, സ്ലീവ് ഇതേപോലെ ഉണ്ട്. ബോട്ടത്തിന്റെ എൻഡ് പോർഷനിൽ നമ്മൾ ഇതേപോലെ ഈ ഒരു ലേസ് പാറ്റേണും ഒരു ബോർഡറും കൊടുത്തിട്ടുണ്ട്. അപ്പം ബോട്ടം ഇതേപോലെ ഒരു പലാസും രണ്ട് സൈഡും ഇലാസ്റ്റിക് വെച്ചിട്ട് ഈ ഒരു പാറ്റേണിലോട്ടാണ് ചെയ്തേക്കുന്നത്. ഓക്കെ, വിത്ത് ലൈനിങ് ആണ്. അപ്പം ഇതിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ താഴെ വാട്സ്ആപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി. ബുക്ക് ചെയ്തിട്ട് ഒരു 20 വർക്കിംഗ് ഡേയ്സ് കഴിഞ്ഞിട്ടായിരിക്കും ഡെസ്പാച്ച് ചെയ്യുന്നത്. ഓക്കെ, താങ്ക് യു.